ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 220 തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ 220 ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കിടലിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മഡ് ഗാർഡ് മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഡ് ഗാർഡ് ഞാൻ നിലവിൽ പെയിൻ്റ് അല്ല ചെയ്യണം, ഞാൻ സ്റ്റിക്കറാണ് ചെയ്യണം കേട്ടോ. അതായത് ഈ ഒരു റെഡ് പോർഷൻ കാണുന്നിടത്ത് മൊത്തം ഈ ഒരു ബ്ലാക്ക് ഞാൻ സ്റ്റിക്കർ ചെയ്താണ് എടുക്കണം. കാരണം നമുക്ക് മഡ് ഗാർഡ് അഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടാണ് ബോൾട്ടൊക്കെ ഇരിക്കുന്നത്. കുറേ നോക്കി എന്തായാലും മഡ് ഗാർഡ് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ വർക്ക് ചെയ്ത് അത്യാവശ്യം നീറ്റായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ വണ്ടിയിൽ പേപ്പറിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് കളറാണ്. നമ്മൾ ഈ ഒരു വണ്ടിയിൽ റെഡ് കളർ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തായാലും സൂൺ വരും വീഡിയോസിലൊക്കെ ഉറപ്പായിട്ടും അതൊക്കെ ആഡ് ചെയ്യുക. സോ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഗ്രാഫിക്സിൻ്റെ ഫയലോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചെയ്യാനായിട്ടുള്ള മോഡലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നമുക്കിനി എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മളെ വണ്ടിയും കൊണ്ട് നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കറിയാം നമ്മൾ റീകോളിലോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ വണ്ടിയിൽ ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ട്. ഇനി ഫ്രണ്ടിലത്തെ മെഷ് ഉണ്ട്, ഇവിടുത്തെ രണ്ടൊരു മെഷ് വരും. ആ മെഷൊക്കെ വാങ്ങണം, സെറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു വൈസറുണ്ട്. ഈ ഒരു വൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ഓണിൽ എടുത്തുള്ള വൈസറാണ്. പക്ഷേ ഈ ഒരു വൈസർ വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ട ഇവിടെ വെച്ച് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ടൈറ്റ് ചെയ്തപ്പോൾ ഓവർ ടൈറ്റ് ആയിട്ട് പൊട്ടിപ്പോയതായിരിക്കണം. സംഭവം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ. പിന്നെ ബബിൾ വൈസർ ഈ ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. സോ നമുക്ക് ഈ ഒരു വൈസർ മാറണം. പിന്നെ ഫ്രണ്ടിലത്തെ രണ്ട് മെഷ് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ബാക്കിലത്തെ ടൈൽ ടൈഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ബാക്കിലത്തെ ടൈൽ ടൈഡിങ് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പറ്റുമെങ്കിൽ നമ്മളൊരു ക്വിക്ക് ത്രോട്ടിലൂടെ സെറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ഡൊമിനോ ഒരു ക്വിക്ക് ത്രോട്ടിലൂടെ നമ്മൾ പറ്റുമെങ്കിൽ സെറ്റ് ചെയ്യും. പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ റീകോളിൽ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇതിലൊരു ക്വിക്ക് ത്രോട്ടിലൂടെ നമുക്ക് സെറ്റ് ചെയ്ത് പവറാക്കി എടുക്കണം കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അറിഞ്ഞ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടത്താണ് ബെല്ലൈക്കൺ നിലവിലേക്ക്. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് നേരെ പവറാക്കി കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമുക്കിനി എന്തായാലും നേരെ റീകോളിലോട്ട് വിടാൻ കേട്ടോ. ബാക്കിൽ ടെയിൽ ടേഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. നമുക്ക് പോലീസിൻ്റെ കണ്ണിൽ പെടാതെ നൈസായിട്ട് റീകോൾ വരെ എത്തണം കേട്ടോ. ബാക്കിൽ നിന്ന് നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ട് ഈ പറഞ്ഞ വഴിയത്ര ഒരു ചെറിയ ഓഫ് റോഡിങ് ആണ് ഇത്. നമ്മുടെ അദാനി ഗ്രൂപ്പ് എടുത്തിട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇവിടെ ഹൈവേയും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അവരുടെ ലോഡൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഫുൾ ഓഫ് റോഡാണ് കേട്ടോ ഈ പറഞ്ഞ വഴിയേക്കാം. ജസ്റ്റ് നമ്മളിവിടെ നിന്ന് തിരക്കിയാണ്. ഫുള്ള് കണ്ട ചെളി അടിച്ച് കയറി നാശമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പാനലൊക്കെ പുതിയത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പാനൽ മൊത്തം നമ്മൾ പുതിയത് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു പാനലിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1450 രൂപയാണ് ഈ ഒരു പാനൽ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ബാക്ക് പാനലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊണ്ട് കൊള്ളാം. ബജാജിൻ്റെ സാധനം തന്നെ നമുക്ക് അത്യാവശ്യം ന്യായമായിട്ടുള്ള പ്രൈസിങ്ങിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ ഗ്രാബ് റെയിലും കാര്യങ്ങളൊന്നുമില്ല. ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ നമുക്കിനി സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ വരും വീഡിയോയിൽ ആഡ് ചെയ്യാം. സോ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും കയ്യിൽ ഇനി ഈ വണ്ടി റാപ്പ് ചെയ്യാനുള്ള ഫയലോ കാര്യങ്ങളോ കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് അയച്ചു തരാം കേട്ടോ. സോ നമുക്കിനി എന്തായാലും വീഡിയോയിലോട്ട് പോകാം കേട്ടോ. റോഡിലോട്ട് എത്തിയിട്ട് കാണാം. ഇവിടെ ഭയങ്കര ഓഫ് റോഡിങ് ആണ് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ വർക്ക് തുടങ്ങാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി വൈസർ അഴിച്ച് നമ്മൾ പുതിയ വൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതായിരിക്കും നമ്മൾ എടുത്തിട്ടുള്ള വൈസർ. ഈ ഒരു വൈസർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടോ? എനിക്ക് ഈ ഗ്രീൻ ഷെയ്ഡ് തീരെ പിടിക്കില്ല കേട്ടോ. അത് സംഭവം എന്ന് വെച്ചാൽ ഇതിൽ വന്ന് അടിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് ഫീലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് കറക്റ്റ് ബബിൾ വൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ ആദ്യം തന്നെ ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾ വൈസർ സെറ്റ് ചെയ്യണം കേട്ടോ. സോ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ബബിൾ വൈസർ സെറ്റ് ചെയ്യണം. വീഡിയോയിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൊമിനോ ഒരു ക്വിക്ക് ത്രോട്ടിൽ കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ വൈസർ മൊത്തം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ക വൈസറാണ് കേട്ടോ. കണ്ടോ, കറക്റ്റ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെ കിട്ടുന്നുണ്ട്. മറ്റേതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ കാണാൻ കണ്ടോ, ഒരു പച്ച. അതെനിക്ക് ഇഷ്ടമില്ല കേട്ടോ, ഒരു പച്ച കളർ ഷെയ്ഡ്. പക്ഷേ ക്വാളിറ്റി ഉണ്ട്, രണ്ടും ഒരേ ക്വാളിറ്റി തന്നെ. അത്യാവശ്യം നൈസ് പ്രോഡക്റ്റ് തന്നെ കേട്ടോ. കൊള്ളാം. പിന്നെ നമ്മൾ ഇവിടുത്തെ ഇതേ കണ്ടോ, ഈ ഒരു ബോൾട്ടൊക്കെ നമ്മൾ ഇട്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. അതായത് നട്ട് ബോൾ ടൈപ്പാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ മാറ്റി സ്റ്റാറിൻ്റെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റാറിൻ്റെ ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്. സോ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. പിന്നെ നമുക്ക് എന്തായാലും ക്വിക്ക് ത്രോട്ടിലെടുത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു ക്വിക്ക് ത്രോട്ടിലുണ്ടോ ഇത്രയും സാധനമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അതായത് ഡൊമിനോയുടെ സാധനം തന്നെ, എല്ലാം ഡൊമിനോയുടെ സാധനം തന്നെ. അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ഇതാണ് ബേസ് വേരിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 650 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അത്യാവശ്യം നല്ല സാധനമാണ്, കൊള്ളാം. ഇതാണ് ബേസ് കേട്ടോ. ഞാൻ എല്ലാം തുറന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് ഒരു മീഡിയം റേഞ്ച് എന്നൊക്കെ പറയാം, 850 രൂപയാണ് കേട്ടോ. പിന്നെ ഇതും ഒരേ സാധനം തന്നെ, 850 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. സോ നമുക്കിനി എന്തായാലും വണ്ടിയിൽ സെറ്റ് ചെയ്യണമൊക്കെ എന്തായാലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കണില്ല. എന്തായാലും ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ നമുക്കിനി എന്തായാലും ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് പണിയൊക്കെ ചെയ്യണം ഞാൻ തന്നെ കേട്ടോ. കാരണം ഇവിടെ ഒത്തിരി വർക്ക് കിടക്കണം. ഒത്തിരി വർക്ക് എന്ന് വെച്ചാൽ നല്ല വർക്ക് കിടക്കാനുണ്ട്. ഒരു ജിക്സറും ഹിമാലയനും ബുള്ളറ്റും ഒക്കെ വർക്കിന് കിടക്കണം. അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ. സോ നമുക്കിനി എന്തായാലും ഇതിൻ്റെ വർക്കിലോട്ട് പോകാം.
സോ ഗൈസ് നമ്മളങ്ങനെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ, നമ്മുടെ ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിലാണ്. ഇതിലൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നെ ചുമ്മാ ഷോയ്ക്ക് RPM മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കാണാൻ നൈസ് ലുക്കാണ് കേട്ടോ. നൈസ് ലുക്കെന്ന് വെച്ചാൽ നൈസ് ലുക്കാണ്. അപ്പം കാണുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ലിവർ ഫുള്ള് നമുക്ക് ഇനി അറ്റം നല്ല സൈഡ് കയറി നീങ്ങിയിട്ട് ഈ ഒരു ബൗഡുണ്ടല്ലോ, ഈ ഒരു സാധനം ഉൾപ്പെടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കോട് പൾസറിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരാൾ ക്വിക്ക് ത്രോട്ടിലും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഇത് സക്സസ് ആവും ഫെയിലിയർ ആവുമെന്ന് ഒന്നും അറിയാൻ പാടില്ല. ജസ്റ്റ് ഒരു ട്രൈ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ആഗ്രഹം കൊണ്ട് വെക്കുന്നതാണ്. സോ നമുക്ക് എന്തായാലും 1 by 1 വർക്ക് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് നമ്മളങ്ങനെ ഇത് മൊത്തത്തിൽ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്വിച്ച് ബോർഡ് മൊത്തം അഴിച്ചിട്ടുണ്ട്. ഇനി ഈ ത്രോട്ടൊക്കെ അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കേബിളും കാര്യങ്ങളൊക്കെ വരും. നമ്മളിപ്പോൾ സ്റ്റോക്ക് കേബിളിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കേബിളും കാര്യങ്ങളൊക്കെ വരും. അതും എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ. പിന്നെ എനിക്ക് ലുക്ക് വൈസ് ഈ ക്വിക്ക് ത്രോട്ടിലായിട്ടും ഭയങ്കര ലുക്കൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പെർഫോമൻസ് വൈസ് പക്കയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. നമുക്ക് എന്തായാലും കയറ്റിയിട്ട് ഒരു ഫീഡ്ബാക്ക് പോലെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മളിതിൽ ക്വിക്ക് ത്രോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചിലർക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. എനിക്ക് സത്യം ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇത്രയും വലിയൊരു ഇത് പറഞ്ഞോണ്ടേ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ MD സ്വിച്ച് ഉണ്ടല്ലോ, ആ ഒരു സ്വിച്ച് മോഡ്യൂൾ ഇവിടെ സെറ്റ് ചെയ്യും കേട്ടോ. അതായത് ഇതുപോലത്തെ ഒരു സ്വിച്ച് മോഡ്യൂൾ വരും. അതുപോലത്തെ ഒരു സ്വിച്ച് മോഡ്യൂൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ ഈ ഒരു വയറിംഗ് കിറ്റ് ഇവിടെ വെച്ച് നമ്മൾ സോക്കറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടൊക്കെയാണ് ചെയ്യണം കേട്ടോ. അത് കുറച്ച് വർക്കുണ്ട്, അത് ഈ വീഡിയോയിൽ ചെയ്യില്ല കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. കാരണം ഇതിൽ വേറൊരു വലിയ വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പോകാനായിട്ട് അപ്പോഴും നമ്മൾ ചെയ്യും കേട്ടോ. അതെന്താണ് ഉദ്ദേശിച്ചത്, ഈ ഒരു സാധനം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഈ ഒരു സാധനമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ എന്തായാലും ആ ഒരു MD സ്വിച്ചും കൂടെ നമ്മൾ ആ സമയം ചെയ്യും. അതെന്ന് വെച്ചാൽ വൈകാതെ ചെയ്യും 2-3 ദിവസം. സോ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ക്വിക്ക് ത്രോട്ടിൽ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മൾ ഇവിടെ നിന്നുള്ള ആക്സിലറേറ്റർ കേബിളിൻ്റെ ഈ ഒരു ബൗഡം മൊത്തം ഇളക്കി ഇത് നല്ല നീക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രേക്ക് ലിവർ നന്നായിട്ട് നീക്കിയിട്ട് ക്വിക്ക് ത്രോട്ടിൽ അടിച്ചകത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ ആക്സിലറേറ്റർ കേബിൾ എടുക്കുക, ബാക്കി കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു പാസ് ലൈറ്റ് പോലത്തെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് വർക്ക് കേട്ടോ. നമുക്കിനി എന്തായാലും ക്വിക്ക് ത്രോട്ടിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു ഗ്രിപ്പ് കൂടെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇത് കൂടെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം കേട്ടോ. ബാക്കി വർക്കിലോട്ട് പോകാം. കേസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മൊണ്ടി കേസാണ്, പക്ഷേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മൾ ഫുള്ള് ഇളക്കിയാണ് സെറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു RPM പോലത്തെ പറഞ്ഞാൽ ഈ ഒരു സാധനം നമ്മൾ ഫുള്ള് ഇളക്കി ഇതിൻ്റെ അകത്തൂടെ കയറ്റി സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സ്പ്ലെൻഡർ പോലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ കേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. ഇതിപ്പം ഇതിലെ കേബിൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വാസം. എന്തായാലും അത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് വർക്കൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പണിയുള്ള കേസാണെന്ന് വെച്ചാൽ നല്ല പണിയുള്ള കേസാണ് കേട്ടോ. ഗൈസ് നമുക്ക് അങ്ങനെ ഈ ഒരു കേബിൾ അതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ ആ ക്വിക്ക് ത്രോട്ടിൻ്റെ കൂടെ പറഞ്ഞ കേബിൾ അതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിപ്പം വേറൊരു വഴിയാണ് ചെയ്യണം. നമ്മൾ ഓട്ടോയുടെ കേബിൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓട്ടോയുടെ ആക്സിലേറ്റർ കേബിളിൻ്റെ അകത്ത് പറഞ്ഞ ഇന്നറാണ്. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഇതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന 46 രൂപയാണ്, പക്ഷേ 40 രൂപയാണ് എനിക്കായിട്ടുള്ളത് കേട്ടോ. ഇത് ഓട്ടോയുടെ കേബിളിൻ്റെ അകത്ത് പറഞ്ഞ ഇന്നറാണ് സംഭവം. ഇനി അവിടെ നമ്മുടെ കാർബറേൻ്റെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊരു സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ പറയുന്ന പേര് അഡ്ജസ്റ്റർ എന്നാണ്. അവരുടെ ഇതിൽ അഡ്ജസ്റ്റർ എന്നാണ് പറയുന്നത്. പിന്നെ ബൈക്കേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പം സ്റ്റോപ്പർ എന്ന് പറയും. ഇതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് അതിൽ സ്റ്റോപ്പ് ചെയ്താണ് നമ്മളിത് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോകണം. സോ നമുക്കിനി എന്തായാലും ബാക്കി വർക്കിലോട്ട് പോകാം. നമ്മളെ സ്റ്റോക്ക് ക്വിക്ക് ത്രോട്ടിൻ്റെ കേബിൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ ഇതിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്താലും ആക്സിലേറ്റർ കേബിളാണ്, നമുക്ക് പൊട്ടിയാൽ പിന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. അത് മാത്രമല്ല നമുക്കിനി ഹാൻഡിൽ മാറ്റുന്ന സമയത്ത് വേറെ പണി വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പം ഇത് തന്നെ വേറെ ഓട്ടോയുടെ കേബിളിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. സോ നമുക്കിനി എന്തായാലും അതിൻ്റെ വർക്കിലോട്ട് പോകാം. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ആദ്യം ഇത് പൊട്ടിക്കണം. ഇതിലൊന്ന് ഈ കേബിൾ വെളിയിലെടുക്കണം കേട്ടോ. ഈ സാധനം നമ്മളെ ക്വിക്ക് ത്രോട്ടിലിൻ്റെ ഇവിടെ ഇട്ട് ഇടാൻ പറ്റും. കറക്റ്റ് ഫിറ്റാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, കറക്റ്റ് ഫിറ്റാണ്. ഇനി നമുക്ക് ഈ ഒരു കേബിൾ, ഇത് ഞാൻ പറയാം ഓട്ടോയുടെ ഇന്നർ കേബിളാണ്. ഈ ഒരു കേബിൾ നമുക്കിനി ഇതിൻ്റെ ഔട്ടർ പോർഷൻ ഉണ്ട്, ഈ ഒരു പോർഷൻ, ഇത് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് കയറ്റണം. നമ്മളങ്ങനെ ഇപ്പുറത്തൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് കണ്ടോ, ഇത്രയും ലെങ്ത് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു സ്റ്റോപ്പർ ഇട്ട് നമ്മൾ ഇതിൽ സ്റ്റോപ്പ് ചെയ്ത് കാറിൽ സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി ചിലർ ഇതിൻ്റെ അകത്ത് ഗ്രീസ് ഇടും കേട്ടോ, പക്ഷെ നമുക്കിപ്പോൾ ഗ്രീസ് ഇടേണ്ട ആവശ്യമില്ല, കാരണം നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സാധനം ഇതിൻ്റെ അകത്തൂടെ കയറ്റി സെറ്റ് ചെയ്ത് നേരെ നമ്മൾ ക്വിക്ക് ത്രോട്ടിലിൻ്റെ ലിവറിൽ പിടിച്ച് കൊടുക്കണം കേട്ടോ.
ഗൈസ് നമ്മൾ ക്വിക്ക് ത്രോട്ടിൻ്റെ ലിവറിൽ ഈ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ അവിടുത്തെ കറക്റ്റ് നമ്മൾ ലെങ്ത് നോക്കി ലെങ്ത് വെച്ച് കറക്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത പണി കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡിലിട്ടിരിക്കുന്ന ഫോട്ടോയും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകാൻ കേട്ടോ. നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകാൻ കേട്ടോ. സ്റ്റാർട്ടായി ജസ്റ്റ് വേറെ റൈസിങ് പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ ക്വിക്ക് ത്രോട്ടലിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് സെറ്റ് ചെയ്യുന്നു. ഇതിവിടെ അല്ലെങ്കിൽ ബോൾട്ടൊക്കെ വെച്ച് ടൈറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെമോയ്ക്ക് വെച്ച് നോക്കി ചെയ്യണം കേട്ടോ. ക്വിക്ക് ത്രോട്ടിൽ നമ്മൾ പൾസർ 220 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വർക്ക് കിടക്കണം ടൈറ്റ് ചെയ്ത് കാര്യങ്ങളോ നമുക്ക് വേറെ വീഡിയോ എന്തായാലും കാണിച്ചു തരാം. പക്ഷേ നമുക്ക് ബാക്കി ഫിറ്റ് ചെയ്യണം കൂടെ കാണാം കേട്ടോ. ഏകദേശം നമ്മളങ്ങനെ ഈ ക്വിക്ക് ത്രോട്ടിൻ്റെ സെറ്റപ്പ് അത്രയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്വിച്ചുകൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ സ്റ്റോക്കായിട്ടുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിവിടെ സ്വിച്ച് കൊടുക്കാൻ പോകും. സ്വിച്ച് നോർമൽ സ്വിച്ചാണ്. കിൽ സ്വിച്ചും ഹെഡ്ലൈറ്റ് സ്വിച്ചും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാനായിട്ട് നമ്മളെ സ്റ്റാർട്ട് സ്വിച്ച് നമ്മൾ ഇതിൽ തന്നെ കൊടുക്കും. ഇതിൽ തന്നെ ഒരു നോർമൽ സ്വിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് സ്വിച്ച് നമുക്ക് അതിൽ തന്നെ കൊടുക്കാം കേട്ടോ. ആ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മളെ വണ്ടിയുടെ ക്വിക്ക് ത്രോട്ടലിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ഗോപ്രോയിലല്ല കേട്ടോ, നമ്മുടെ ഫോണിലാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപ്രോ ചെറുതായിട്ടൊന്ന് മൈക്ക് അഡാപ്റ്റർ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാൻ പറയണ വോയിസും അത്രയും ക്ലാരിറ്റി ഒന്നുമല്ല കേട്ടോ. അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നല്ലതായിട്ട് കയറുന്നുണ്ട്. അത് നമ്മുടെ മൈക്ക് അഡാപ്റ്റർ പണി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചെയ്യാനുള്ള വർക്ക് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇതിലൊരു മേജർ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കിയാൽ തന്നെ കാണാൻ കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞ നമ്മുടെ സൈലൻസർ എല്ലാവരും കുറ്റം പറഞ്ഞ കാര്യം. അപ്പോൾ സൈലൻസർ മാറ്റി നമ്മൾ എക്സോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നോയ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് ക്യാപ്ചർ ചെയ്യാം. ഇതിൻ്റെ വീഡിയോയും കാര്യമൊക്കെ എന്തായാലും വരും വീഡിയോസിൽ എന്തായാലും പക്കയായിട്ട് ആഡ് ചെയ്യും കേട്ടോ. സോ നമ്മൾ ഇതിൻ്റെ ക്വിക്ക് ത്രോട്ടലിൻ്റെ വർക്കിനെ കുറിച്ച് ഒരു റിവ്യൂ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഗൈസ് മോശമാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ല, മോശമാണ്. ഭയങ്കര ഹാർഡാണ് കേട്ടോ. അതായത് നമ്മളെ ക്വിക്ക് ത്രോട്ടലിൻ്റെ ഫീലൊന്നും കിട്ടുന്നില്ല. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കേട്ടോ. അത് ക്വിക്ക് ത്രോട്ടലിൻ്റെ കുഴപ്പമൊന്നുമല്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അത് പൾസറിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ വെച്ചാൽ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മൾ അതൊക്കെ ടാസ്ക്കൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെങ്കിലും ഫെയിലിയർ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഓട്ടിക്കണം, അതായത് ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് ഓട്ടിക്കുന്നവർക്ക് പക്കയായിട്ട് ഓട്ടിക്കാം. ഞാനെന്ന് വെച്ചാൽ ഭയങ്കര റൈഡിങ് കംഫർട്ട് അറിഞ്ഞ് ഓട്ടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര പക്കയായിട്ടൊന്നും തോന്നല്ല. എൻ്റെ കണ്ണിൽ പറയുകയാണെങ്കിൽ അത്രയും പോരാട്ടോ. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഇതിനിറങ്ങിയ ഫണ്ട് മൊത്തം പാഴ്ചലമായിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് നല്ല ഫണ്ട് ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ സ്വിച്ച് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതാണ് ഇതിൻ്റെ കിൽ സ്വിച്ച്, ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് കേട്ടോ. ഈ രണ്ട് സ്വിച്ചൊക്കെ കൂടിയ സ്വിച്ചൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാട്ടോ. അപ്പോൾ ഈ സ്വിച്ചിനിറങ്ങിയ പൈസയൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പം ഭയങ്കര മോശമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ തന്നെ സ്റ്റോക്ക് ആക്കണമുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ. ഇവിടുത്തെ ഒരു സോക്കറ്റ് ആ സോക്കറ്റ് ഊരി നമുക്ക് സ്റ്റോക്ക് ആക്കാവുന്നുള്ളൂ. അതിനുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ അപ്പം ഇതാണ് ക്വിക്ക് ത്രോട്ടലിന് പറയാനുള്ള റിവ്യൂ കേട്ടോ. ഞാൻ ഇതിൻ്റെ സൈലൻസറിൻ്റെ നോട്ടീസ് ജസ്റ്റ് ഒന്ന് ക്യാപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാപ്പിക്കും കേട്ടോ. ഇവിടെ വലിയ ആൾത്താമസമൊന്നുമുള്ള ഏരിയ അല്ല. ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ വരും വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ആ എക്സോസൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൊണ്ടുപോയിടാം. അപ്പോൾ എക്സോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു നൈസ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഗൈസ് ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇടണം. അതുവരേക്കും നമുക്ക് ഏതായാലും ബൈ ബൈ പറഞ്ഞ് തീക്കാം കേട്ടോ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പം നമ്മുടെ 220 റാപ്പ് ചെയ്യാനുള്ള ഫയലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് അയച്ചു തരാൻ നമ്മൾ 220 റാപ്പ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ അടുത്തൊരു വീഡിയോ ഇടണം. ബൈ ബൈ.